السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. സ്നേഹം നിറഞ്ഞ് ശുഭദായകമായ ഈ അന്തരീക്ഷത്തിൽ മുറാഫക്ക ഫെസ്റ്റിന്റെ ഈ വേദിയിൽ എത്തിച്ചേർന്ന പ്രിയ കൂട്ടുകാരെ, സുഹൃത്തുക്കളെ, വെറുപ്പും വിദ്വേഷവും പടരുന്ന ഈ കാലത്ത് ശരിയെക്കുറിച്ച്, ശരി ആയുധമാക്കുന്നതിനെ കുറിച്ച് പറയുന്നത് പോലും സാഹസികമായ ഒരു ദൗത്യമാണ്. എങ്കിലും നമുക്ക് സ്നേഹ സൗഹൃദങ്ങളെ പറ്റിയും ശരിയെ സംബന്ധിച്ചുമെല്ലാം വാത്തോരാതെ പറയേണ്ടതുണ്ട്. മദീനയിൽ ഒരാൾ ഉണ്ടായിരുന്നു. അദ്ദേഹം എല്ലാവരോടും ചിരിക്കുമായിരുന്നു. മനസ്സ് തുറന്ന് വെളിച്ചം വിതറി അങ്ങനെ ചിരിക്കുക അദ്ദേഹത്തിന്റെ ഇഷ്ടമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മറ്റാരോ ഇത് സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് തന്നെ ആ സിറാത്ത് പാലം അതിജീവിക്കുമെന്നും ചിരിച്ചുകൊണ്ട് തന്നെ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നുമായിരുന്നു നബി തങ്ങളുടെ പ്രതികരണം. ചിരിയുടെ ഇസ്ലാമിക മാനം ഇതിൽ നിന്ന് വ്യക്തമാണ്. അതിലും മാനവും പരിഗണിച്ചുള്ള ചിരിയും പുഞ്ചിരിയുമെല്ലാം ദാനമായി കാണുന്നു ഇസ്ലാം. സഹോദരന് മുഖത്ത് നോക്കി നിറഞ്ഞു പുഞ്ചിരിക്കുന്നത് ദാനമായി കാണുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവരാണ് മനുഷ്യബന്ധങ്ങളെ സ്ഥായി സ്വഭാവത്തിൽ നിലനിർത്തുന്നത്, മഞ്ഞൊരുക്കുന്നത്, സൗഹൃദങ്ങളെ പടർത്തുന്നത്, സ്നേഹോഷ്മളമായ ബന്ധങ്ങളെ സൃഷ്ടിക്കുന്നത്, പുനർസൃഷ്ടിക്കുന്നത്. എങ്ങനെയാണ് നമുക്കിടയിൽ വെറുപ്പ് പടരുന്നത്, സൗഹൃദങ്ങൾ ഒഴിഞ്ഞു വീഴുന്നത്? രാഷ്ട്രീയം, സമുദായം, മതം ഇതിന്റെ പേരിൽ അടർന്നു മാറേണ്ടവരും പിന്നിട്ട് കഴിയേണ്ടവരുമാണോ നാം മനുഷ്യർ? ഏത് മതമാണ് മനുഷ്യരോട് പരസ്പരം വെറുക്കാനും അവരോട് അകലം പാലിക്കാനും കൽപ്പിക്കുന്നത്? നമ്മുടെ രാഷ്ട്രീയം പരസ്പരം വെറുക്കുന്നതിന് കാരണമാകുന്നുവെങ്കിൽ അതിനെ പരിഷ്കൃത യുഗത്തിലെ പരിഷ്കൃത മനുഷ്യർക്ക് വേണ്ടി സംഘടിപ്പിക്കേണ്ടതുണ്ട്. സാമുദായികമായ നമ്മുടെ പ്രവർത്തനങ്ങൾ സമുദായങ്ങളെ തമ്മിൽ അകറ്റാൻ കാരണമാകുന്നുവെങ്കിൽ അതിനെ പരിഷ്കൃത യുഗത്തിലെ പരിഷ്കൃത മനുഷ്യർക്ക് വേണ്ടി സംഘടിപ്പിക്കേണ്ടതുണ്ട്. കൊണ്ടും കൊടുത്തുമുള്ള, ചിരിച്ചും കളിച്ചുമുള്ള ആ പഴയ സാമൂഹിക ജീവിതത്തെ എത്രയും വേഗം നമുക്ക് തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. നമുക്ക് ഇന്ന് ഏറെ എളുപ്പത്തിൽ സാധിക്കുന്ന ഒന്നായി മാറിയിരിക്കുന്നു വെറുപ്പ്. വെറുപ്പിന്റെ രാഷ്ട്രീയം, അപരവൽക്കരണം. ഇന്നത്തെ സമൂഹവും രാഷ്ട്രീയക്കാരും സാമുദായിക നേതൃത്വവും വരച്ചുവെച്ച കള്ളികളിലേക്ക് ഒതുങ്ങിപ്പോയിരിക്കുന്നു. ഓരോ മതത്തിനും അതിന്റെ ദർശനങ്ങളുണ്ട്. ഓരോ മതവിഭാഗത്തിലും വിശ്വസിക്കുകയും ആചരിക്കുകയുമാകാം. ഇന്ത്യൻ ഭരണഘടന വിശ്വാസത്തിനും വിശ്വാസ പ്രചാരണത്തിനും പരിരക്ഷ ഉറപ്പു നൽകുന്നുണ്ട്. പക്ഷേ അതിനുവേണ്ടി നാം എന്തിന് പരസ്പരം വെറുക്കണം, പരസ്പരം ചതിക്കണം, പരസ്പരം വധിക്കണം, ചോര വീഴ്ത്തണം? സുഹൃത്തുക്കളെ, മനുഷ്യനാകാനാണ് നമുക്ക് ആദ്യമായി പരിശീലനം ലഭിക്കേണ്ടത്. നമ്മെ മനുഷ്യനാക്കാൻ മതത്തിന് കഴിയുന്നില്ലെങ്കിൽ ആലോചിക്കണം. മതത്തെ വായിക്കുന്നതിൽ എവിടെയോ നമുക്ക് പിഴവ് സംഭവിച്ചിട്ടുണ്ട്. മതം വെറുപ്പ് പറയുന്നില്ല, അപരവൽക്കരണം പറയുന്നില്ല. അത് സ്നേഹത്തെ കുറിച്ച് പറയുന്നു, സൗഹൃദത്തെ കുറിച്ച് പറയുന്നു. അതിനുവേണ്ടി വാചാലമാകുന്നു. നാം മതത്തെ കേൾക്കാതിരിക്കുമ്പോൾ അഥവാ തെറ്റായി കേൾക്കാൻ ശ്രമിക്കുമ്പോൾ, തെറ്റായ സ്രോതസ്സുകളെ സ്വീകരിക്കുമ്പോൾ സ്വാഭാവികമായും നമുക്ക് അബദ്ധം സംഭവിക്കുന്നു. അങ്ങനെയാണ് നമ്മിൽ കൊടും വെറുപ്പിന്റെ, അപരതയുടെ, അന്യവൽക്കരണത്തിന്റെ കറുത്ത മേഘങ്ങൾ ഉരുണ്ടുകൂടുന്നത്. നമ്മുടെ രാഷ്ട്രീയ നിലപാടുകൾ രൂപപ്പെടുന്നത് മറ്റൊരു രാഷ്ട്രീയത്തോടുള്ള വെറുപ്പിൽ നിന്നാകുമ്പോൾ നമുക്ക് പിഴക്കുന്നു. നമ്മുടെ സാമുദായിക പ്രവർത്തനങ്ങൾ മറ്റൊരു സമുദായത്തെ തോൽപ്പിക്കാനാകുമ്പോൾ സമുദായങ്ങൾ തമ്മിൽ വെറുപ്പ് വളരുന്നു. പരസ്പരം ഫോട്ടോ, വീഡിയോകൾ പടരുന്നു. സാമൂഹ്യ ബന്ധങ്ങൾ, അയൽബന്ധങ്ങൾ പതുക്കെയാണെങ്കിലും തകരുന്നു. നമ്മെ ആരോ പരസ്പരം അകറ്റുന്നു. നമ്മുടെ സ്നേഹബന്ധങ്ങളെ ആരെല്ലാമോ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു. നമ്മുടെ സൗഹൃദങ്ങളെ ചില കറുത്ത ശക്തികൾ തകർക്കാൻ ശ്രമിക്കുന്നു. സുഹൃത്തുക്കളെ, ഇവിടെയാണ് ചിരി ഒരു ആയുധമാകുന്നത്. അധികാര മോഹങ്ങൾക്ക് വേണ്ടി, സാമുദായിക താല്പര്യങ്ങൾക്ക് വേണ്ടി, രാഷ്ട്രീയ സ്വാർത്ഥതയ്ക്ക് വേണ്ടി വെറുപ്പ് പടർത്തുന്ന എല്ലാ ദുഷ്ടശക്തികൾക്കുമെതിരെ ചെറിയ ആയുധമാക്കി നാം പൊരുതേണ്ടതുണ്ട്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.